ഹലോ എവരിവൺ, വെൽക്കം ടു അസ്നീസ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിഡോസ്കോപ്പിലെ ഷോർട്ട് സ്റ്റോറി സെക്ഷനിലെ രണ്ടാമത്തെ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള വാർ ആണ്. അപ്പോൾ ലൂയിജി പിറാൻഡല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഓഥറാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റാലിയൻകാരനാണ്. 1934 നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് പ്ലേ ആണ് 6 Characters in Search of an Author. ഇദ്ദേഹത്തിൻ്റെ ലൈഫും ഈ ഒരു സ്റ്റോറിയും തമ്മിൽ ഭയങ്കര റിലേറ്റഡ് ആണ്. കാരണം ഇറ്റലി ഫസ്റ്റ് വേൾഡ് വാറിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് പിറാൻഡല്ലോൻ്റെ മകൻ സ്റ്റിഫാനോ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വാറിൽ സർവീസ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റിഫാനോനെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസണറായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഓസ്ട്രോ ഹംഗേറിയൻസ്. ഇനി അബൌട്ട് അവർ ചാപ്റ്റർ വാർ എന്നുള്ളത് ഷോർട്ട് സ്റ്റോറിയാണ്. പബ്ലിഷ് ചെയ്തത് 1918, അതായത് വേൾഡ് വാറിൻ്റെ ആ ഒരു ടൈമിൽ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ആക്ച്വലി ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റെസ്പോൺസ് ടു ലൈഫ് ആൻഡ് ഡെത്ത്, അതുപോലെ വാർ ആൻഡ് ഡെത്ത് എന്നുള്ള കാര്യങ്ങളാണ്. ഈ സ്റ്റോറിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവർ ട്രെയിനിലാണ്, അവർ റോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മക്കൾ യുദ്ധം ഫേസ് ചെയ്യുന്ന ആളുകളാണ്. അതായത് വാർ ഫ്രണ്ടിലുള്ളവരാണ്. ഒന്നുകിൽ അവരുടെ മക്കൾ നഷ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വാർ ഫ്രണ്ടിൽ യുദ്ധത്തെ ഫേസ് ചെയ്യുന്നവരാണ്. ഈ ഒരു സമയത്ത് ഒരു കപ്പിൾ അവിടേക്ക് എൻ്റർ ആവുകയും അവരുടെ പ്രശ്നങ്ങളും പിന്നെ അവരുടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ വാറിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്രിയോട്ടിസം, ദെൻ പാരൻ്റൽ ലവ്, ദെൻ ഇൻ്റലക്ച്വലൈസിങ് ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഇതിലൊരു ഫാറ്റ് മാൻ ഉണ്ട്. അപ്പോൾ ആ ഫാറ്റ് മാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻ്റലക്ച്വലൈസിങ് ഇമോഷൻസിൽ വരുന്നത്. പാരൻ്റൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കപ്പിളിൻ്റെ മകനോടുള്ള സ്നേഹത്തെ കാണിക്കുന്നുണ്ട്. ദെൻ പാട്രിയോട്ടിസം, ഇവരുടെയൊക്കെ മക്കളെ എന്ത് ചെയ്യുന്നു, രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വിടുന്നു. സോ നമുക്കിനി ടെക്സ്റ്റിലോട്ട് പോവാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ട്രെയിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു നൈറ്റ് എക്സ്പ്രസ് ആണ്. ഇപ്പോൾ റോമിലോട്ട് പോകുന്ന പാസഞ്ചേഴ്സാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേഷനിൽ, ഒരു ഫാബ്രിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ഇവർ ട്രെയിൻ നിർത്തിയിട്ടേക്കാണ്. കാരണം സുൽമോണ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നുള്ള ഒരു ട്രെയിനിൻ്റെ ഒരു ക്യാരേജും കൂടി ഇതിനോട് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്തിട്ട് പിന്നെ പുലർച്ചെയാണ് എന്ത് ചെയ്യുള്ളൂ, ഇവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പുലർച്ചെ ആയപ്പോൾ ഒരു സെക്കൻഡ് ക്ലാസ് ക്യാരേജിൽ ഏകദേശം 5 ആളുകളോട് കൂടി ആ ഒരു ട്രെയിനിൻ്റെ ആ ഒരു ബോഗി അവിടെ വന്ന് അറ്റാച്ച് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ് ഒരു കപ്പിൾ. അവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പറയുന്നത് ബൾക്കി വുമൺ ഇൻ ഡീപ്പ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലാണ്. നമുക്കറിയാം വെസ്റ്റേണേഴ്സിൻ്റെ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ്. ദെൻ ഷേപ്പ്ലെസ് ലൈക്ക് എ ബണ്ടിൽ എന്നാണ് പറയുന്നത്. കോട്ടൊക്കെ ഇട്ട് ആകെ ഷേപ്പ്ലെസ് ആയിട്ടിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ വളരെയധികം വിഷമിച്ചുകൊണ്ട് ഒരു ഹസ്ബൻഡ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വീക്ക് ആൻഡ് തിന്നാണ്. ഭാര്യ ഇത്തിരി തടിച്ചിട്ടാണ്, പക്ഷേ ഹസ്ബൻഡ് വീക്ക് ആൻഡ് തിന്നാണ്. ഡെഡ് വൈറ്റാണ് ഫേസൊക്കെ. ദെൻ അവരവിടെ കയറി. ദെൻ ഹസ്ബൻഡ് ഭാര്യയ്ക്ക് വേണ്ടി സീറ്റൊക്കെ ശരിയാക്കി കൊടുത്തു. ദെൻ ഹസ്ബൻഡ് നോക്കുന്ന സമയത്ത് ഇവിടെ കോട്ടിൻ്റെ കോളർ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു. സോ ഹസ്ബൻഡ് ചോദിക്കുകയാണ് ആർ യു ഓൾ റൈറ്റ്. അപ്പോൾ ആ സ്ത്രീ ഒന്നും മിണ്ടാതെ എന്ത് ചെയ്യുന്നു, കോട്ടിൻ്റെ കോളർ കയറ്റി ഫേസിന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്നെ ആരും കാണണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു വൈഫിന് ഉണ്ടായിരുന്നത്. ദെൻ ഹസ്ബൻഡ് അവിടെ ഇങ്ങോട്ട് പറയാണ് നാസ്റ്റി വേൾഡ് എന്ന്. അത് കഴിഞ്ഞിട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സിമ്പത്തി ഫ്രം ദി അതേഴ്സ്, ആ ഹസ്ബൻഡ് ഈ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു ട്രെയിനിലൊരു ബോഗിയിലാണ് ഇരിക്കുന്നത്, കുറേ ആളുകളുണ്ട്. സോ ഹസ്ബൻഡ് അവരോടായിട്ട് പറയാണ് ഈ സ്ത്രീക്ക് ഒരു മകനുണ്ട്, ഒരൊറ്റ മോനെ ഞങ്ങൾക്കുള്ളൂ, 20 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ആ മകൻ ഇപ്പോൾ എന്താണ് വാറിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും സുൽമോണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ റോമിലോട്ടേക്ക് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മകൻ പഠിക്കാനായിട്ടാണ് ശരിക്കും റോമിലോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വോളണ്ടിയറായിട്ട് എന്ത് ചെയ്തു, വാറിൽ ജോയിൻ ചെയ്തു. ആദ്യത്തെ 6 മാസമൊന്നും വാറിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, അതായത് ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് ലെറ്റർ വന്നു 3 ദിവസത്തിനുള്ളിൽ തൻ്റെ മകൻ ഫ്രണ്ടിലോട്ട് പോവാണ്, അപ്പോൾ ഒന്ന് കണ്ടോളുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ്. കാരണം ആകെയുള്ള ഒരു മകൻ ഇപ്പോൾ മരിക്കാൻ പോവുകയാണല്ലോ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പിന്നെ ഇഞ്ചേർഡ് ആവാൻ പോവുകയാണല്ലോ, ഡേഞ്ചറസ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള വിഷമത്തിലാണ് ഇപ്പോൾ അമ്മ എന്ന്
ഹസ്ബൻഡ് പറയാണ്. ഈ ഒരു സമയത്ത് ഈ വുമൺ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്യുക, വ്രിങ്കിൾ ചെയ്യുക, ഗ്രോണിങ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ട്രെയിനിലിരിക്കുന്ന ആൾക്കും തന്നെ ഇത് കേട്ടിട്ട് ഭയങ്കര ദുഃഖമൊന്നും വന്നില്ല. കാരണം ഈ ട്രെയിനിലിരിക്കുന്ന എല്ലാവരും സെയിം ഫ്ലൈറ്റാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് സെയിം പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്കവരുടെയും മക്കൾ എന്താണ് ഈ യുദ്ധത്തിനെ ഫേസ് ചെയ്യാൻ പോയവർ തന്നെയാണ്. കുറേ പേരുടെ മക്കൾ വൂണ്ടഡായി തിരിച്ചു വന്നിട്ടുണ്ട്, കുറേ പേരുടെ മരിച്ചു പോയിട്ടുണ്ട്. സോ ഈ ഹസ്ബൻഡ് പറയുന്നത് കേട്ടിട്ട് ഒരാൾ പറയാണ്, നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. കാരണം ഇത്രയും ദിവസം, അതായത് 6 മാസത്തോളം നിങ്ങളുടെ മകന് ഒരു പ്രശ്നം പറ്റിയിട്ടില്ലല്ലോ, 6 മാസം നിങ്ങളുടെ മകൻ ഫ്രണ്ടിലോട്ടൊന്നും പോയിട്ടില്ലല്ലോ. എൻ്റെ മകൻ ഈ വാറിലോട്ട് വോളണ്ടിയറായിട്ട് പോയ ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങോട്ടാണ് പോയത്, വാർ ഫ്രണ്ടിലോട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ പോയിട്ട് 2 വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, വൂണ്ടഡ്, അതായത് പരിക്ക് പറ്റി തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ടും അവർ വിട്ടത് ഫ്രണ്ടിലോട്ട് തന്നെയായിരുന്നു. അപ്പോൾ എടുത്ത വശം വേറൊരാൾ പറയാണ്, പിന്നെ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് 2 മക്കളും 3 നെഫ്യൂസാണുള്ളത്, അവരിപ്പോൾ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയാണ്. അപ്പോൾ അടുത്ത വർഷം ഹസ്ബൻഡ് പറയാണ്, നിങ്ങൾക്ക് 2-3 മക്കളൊക്കെ അല്ലേ, ബട്ട് അവർ കേസ് ഇറ്റ് ഈസ് അവർ ഓൺലി സൺ, ഇത് ഞങ്ങളുടെ ഒരൊറ്റ മകനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വിഷമം എന്ന് പറയാണ്. ഈ സമയത്ത് വേറൊരാൾ ചോദിക്കുകയാണ്, അത് തമ്മിൽ വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്, അത് തമ്മിൽ എന്താണ് ഇപ്പോൾ ഇത്ര വലിയ വ്യത്യാസം, മക്കൾക്കെല്ലാവരും അച്ഛനും അമ്മയ്ക്കും മക്കളെല്ലാവരും ഒരേപോലെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. Parental love is not like bread that can be broken into pieces and split among the children in equal shares. പറയാണ്, അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് പോലെ ഈക്വൽ ഷെയറായിട്ട് വീതിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ മക്കളെ ഒരിക്കലും ഡിസ്ക്രിമിനേഷനോടെ സ്നേഹിക്കില്ല എന്നാണ് പറയുന്നത്. നമ്മൾ എ ഫാദർ ഗീവ്സ് ഓൾ ഹിസ് ലവ് ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ടാണ് അച്ഛൻ എന്ത് ചെയ്യാൻ മക്കളെ സ്നേഹിക്കുക. വെദർ ഇറ്റ് ബി 1 or 10, ഒരു മോനോ അല്ലെങ്കിൽ 10 മക്കളോ ഉണ്ടായിക്കോട്ടെ. ആൻഡ് ഇഫ് ഐ ആം സഫറിങ് നൗ ഫോർ മൈ 2 sons, ഞാനിപ്പോൾ എൻ്റെ 2 ആൺമക്കൾക്ക് വേണ്ടിയിട്ടാണ് സഫർ ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് സഫറിങ് ഹാഫ് ഫോർ ഈച്ച് ഓഫ് ദെം ബട്ട് ഡബിൾ. പറയാണ്, എനിക്ക് 2 മക്കളാന്ന് പറഞ്ഞിട്ട് എൻ്റെ ലവിനെ ഞാൻ പകുതിയാക്കിയിട്ട് പകുതി സഫറിങ്സ് അല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഡബിളായിട്ടാണ് സഫർ ചെയ്യുന്നത്, ഹാഫായിട്ടല്ല ഞാൻ സഫർ ചെയ്യുന്നത്, ഇരട്ടിക്കായിട്ടാണ് ഞാനിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പറയാണ്, ട്രൂ അങ്ങനെ പറഞ്ഞാൽ ശരി തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങളെ കുറിച്ചിട്ടല്ല, സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറയാമെന്നുള്ള തരത്തിൽ ഹസ്ബൻഡ് പറയാണ്, ഒരച്ഛന് 2 മക്കളുണ്ട്. സോ വാർ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരാളെ നഷ്ടപ്പെട്ടാലും ഒരാൾ എന്തുണ്ട്, അവർക്ക് എന്ത് ചെയ്യാം, കൺസോൾ ചെയ്യാൻ, ആശ്വസിക്കാൻ ഒരാൾ ബാക്കിയുണ്ട്. അപ്പോൾ എടുത്ത വശം യെസ് ആൻസർഡ് ദ അതർ. അത് കേട്ടിട്ട് വേറൊരാൾ പറയാണ്, അത് ശരിയാണ്, ഒരു മകൻ പോയാലും വേറൊരാൾ ഇദ്ദേഹത്തെ കൺസോൾ ചെയ്യാൻ, ആശ്വസിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് സർവൈവ് ചെയ്ത് പൊക്കോളും. അതുപോലെ തന്നെ അയാൾ വീണ്ടും ഒരു കാര്യം കൂടി പറയാണ്, ഇപ്പോൾ ഒരു മകനാണ് ഒരു അച്ഛനുള്ളത്, ആ മകൻ മരിച്ചു പോയിട്ട് അച്ഛൻ എന്ത് ചെയ്യാം, അച്ഛനും അച്ഛൻ്റെ ലൈഫ് എൻഡ് ചെയ്തുകൊണ്ട് ആ ഒരു വിഷമം അവസാനിപ്പിക്കുക എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഫാറ്റ് മാൻ വന്ന് ഇടയിൽ കയറാണ്. നോൺസെൻസ് എന്ന് പറയുന്നിട്ട് ഒരു ഫാറ്റ് റെഡ് ഫേസ്ഡ് മാനാണ് ഇടയിൽ കയറുന്നത്. അപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇവരുടെ മൊത്തത്തിലുള്ള ഒരു പെർസെപ്ഷൻ മാറിപ്പോവാണ്. അപ്പോൾ ഇത്ര നേരം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ മക്കൾ, അതായത് പെറ്റേണൽ ലവിൻ്റെ പാരൻ്റൽ ലവിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഞങ്ങളുടെ മക്കൾ വാറിന് പോകുന്നു, മരിക്കുന്നു, ആ ഒരു ദുഃഖം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി മുതലാണ് പാട്രിയോട്ടിസം അതുപോലെ ഇൻ്റലക്ച്വലൈസിങ് ഇമോഷൻസൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഫാറ്റ് മാൻ അങ്ങനെ ദേഷ്യത്തിലും കാര്യത്തിലൊക്കെയാണ്. ദെൻ നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം റിപ്പീറ്റ് ചെയ്യാണ്, ചോദിക്കുന്നത്, ഡു വി ഗീവ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്സ്, ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ. ഇപ്പോൾ ഈ ഫാറ്റ്മാൻ ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ജന്മം കൊടുത്തത് അല്ലെങ്കിൽ ജീവിതം കൊടുത്തത് നിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി മാത്രമാണോ എന്ന് ചോദിക്കുകയാണ്. അതായത് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള വസ്തുക്കളാണോ എന്നാണ് ഈ ഫാറ്റ്മാൻ ചോദിക്കുന്നത്. അപ്പോൾ അതർ ട്രാവലേഴ്സ് ഭയങ്കര ദേഷ്യത്തോടും ഇയാൾ പറഞ്ഞതും പിടിക്കാത്തതും പോലെയൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മകനെ വാർ ഫ്രണ്ടിലേക്ക് വിട്ട ഒരു ട്രാവലർ അതിൻ്റെ ഉള്ളിലുണ്ട്, 2 വട്ടം വൂണ്ടഡായി തിരിച്ചു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ട്രാവലർ പറയാണ്,
യു ആർ റൈറ്റ്. നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് ബിലോങ് ടു അസ്, ദേ ബിലോങ് ടു ദ കൺട്രി. ഇപ്പോൾ പറയുകയാണ് നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഫാറ്റ്മാൻ വീണ്ടും ദേഷ്യപ്പെട്ടു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മക്കൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൺട്രീനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ജന്മം കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, നിങ്ങൾ ജന്മം കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഭൂമിയിലോട്ട് വരണം, അങ്ങനെ ഒരു വിധി അവർക്ക് ഉണ്ടായിരുന്നു. സോ അവരേന് നമ്മൾ ജന്മം കൊടുത്തു, അല്ലാണ്ട് ഇതിൽ വേറെ കൺട്രി ലവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ മക്കൾക്ക് ജന്മം കൊടുത്തത്. ദിസ് ഈസ് ദ ട്രൂത്ത് ആൻഡ് വി ബിലോങ്സ് ടു ദം. മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വി ബിലോങ്സ് ടു ദം ബട്ട് ദേ നെവർ ബിലോങ്സ് ടു അസ്. പക്ഷേ അവർക്ക് നമ്മളെക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വേറെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ദേ നെവർ ബിലോങ്സ് ടു അസ് എന്ന് ഈ ഒരു ഫാറ്റ്മാൻ പറയാണ് ചെയ്യുന്നത്. And when they reach 20 they are exactly what we were at their age. പറയാൻ ഇപ്പോൾ ഒരു 20 വയസ്സിലെത്തി. ഇപ്പോൾ ഈ 20 വയസ്സിൽ നമ്മൾ എന്താണ് ചെയ്തിരുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു സമയത്ത് നമുക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേറെ പല കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അതായത് ഗേൾസ്, സിഗരറ്റ്, ഇല്യൂഷൻസ്, ന്യൂ ടൈസ് ആൻഡ് ദ കൺട്രി. Of course we would have answered when we were 20 even if fathers and mother had said no. അപ്പോൾ പറയാണ്, നമ്മുടെ 20-ാം വയസ്സിൽ നമ്മുടെ അച്ഛനും അമ്മയും പറ്റില്ല എന്ന് പറഞ്ഞ് നോ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അമ്മ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാതിരുന്നിട്ടൊന്നുമില്ല. അവർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനുസരിച്ചിട്ടൊന്നുമില്ല. അവർ പറഞ്ഞത് നമ്മൾ കേൾക്കാണ്ടിരുന്നിട്ടൊക്കെ ഉണ്ട്. നൗ അറ്റ് അവർ ഏജ്, ഇപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും വയസ്സായി. അപ്പോൾ നമ്മൾ മുന്നേ നിന്നിരുന്ന സ്ഥാനത്ത്, അതായത് നമ്മളുടെ 20 എന്നുള്ള ആ ഒരു ഏജിൽ ഇപ്പോൾ നമ്മുടെ മക്കൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏജിൽ എന്താണ്, ദ ലവ് ഓഫ് അവർ കൺട്രി ഈസ് സ്റ്റിൽ ഗ്രേറ്റ് ഓഫ് കോഴ്സ് ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഫോർ അവർ ചിൽഡ്രൻ. അപ്പോൾ പറയാണ്, നമുക്ക് രാജ്യത്തോട് സ്നേഹമുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് അവസ്ഥ വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് രാജ്യത്തിനേക്കാളും മക്കളോടുള്ള ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ലവ് ഇപ്പോൾ കൂടുതലാണ്. ഈസ് ദർ എനി വൺ ഓഫ് us ഹിയർ who would not gladly take his son's place at the front if he could? അപ്പോൾ ചോദിക്കുകയാണ്, ഓക്കെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നിങ്ങളെ മകന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോവാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി, അങ്ങനൊരു സംഭവം വന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അത് ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് there was a silence all around, everybody nodding as to approve. Then അപ്പോൾ ചോദിക്കുകയാണ്, ഓക്കെ, why then continued the fat man shouldn't we consider the feelings of our children when they are 20? Isn't it natural that at their age they should consider their love for their country even greater than the love for us? അപ്പോൾ പറയാണ്, നിങ്ങളുടെ 20-ാം വയസ്സിൽ നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കളും ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ മക്കളെ ഓർത്ത് ഇങ്ങനെ ദുഃഖിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് രാജ്യത്തിനേക്കാൾ കൂടുതൽ സ്നേഹം നിങ്ങളോട് വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട്, ഐ എം സ്പീക്കിംഗ് അബൌട്ട് ഡീസൻറ്റ് ബോയ്സ്. പറയാണ്, ഈസിൻറ്റ് ഇറ്റ് നാച്ചുറൽ ദാറ്റ് ഇറ്റ് ഷുഡ് ബി സോ. ഇത് മക്കളുടെ ഒരു ഇത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ അല്ലേ. ദെൻ if country exists, if country is a natural necessity like bread, of which of us must eat in order to die of hunger, somebody must go to defend it. ഇപ്പോൾ പറയുന്നത്, നമുക്ക് രാജ്യം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ രാജ്യം ഇല്ലെങ്കിൽ നമുക്കൊരു നിലനിൽപ്പില്ല എന്നുള്ളൊരവസ്ഥയാണ്. ലൈക്ക് ബ്രെഡ് പോലെ, അതായത് നമ്മുടെ ഭക്ഷണം പോലെയാണ് നമ്മുടെ കൺട്രി നമുക്കെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ വിശപ്പടക്കാൻ വേണ്ടി നമ്മൾ പോരാടും. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, നമ്മുടെ വിശപ്പ് പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് പോലെയാണ് നമ്മുടെ കൺട്രി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കൺട്രീനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ പോരാടും. സോ നമ്മുടെ മക്കൾ ഇപ്പോൾ പോയി, ദേ ആർ 20 ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടീയേഴ്സ് ബിക്കോസ് ദേ ഡൈ ആൻഡ് ദേ ഡൈ ഇൻഫ്ലെയിംഡ് ആൻഡ് ഹാപ്പി. പറയാണ്, നമ്മളിപ്പോൾ കരഞ്ഞു പിടിച്ച് ചെല്ലല്ല വേണ്ടത്. അവരിപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാട്രിയോട്ടിസമാണ് ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരഞ്ഞു പിരിഞ്ഞിരിക്കുകയല്ല വേണ്ടത്, അവരെന്നെ ഹാപ്പി ആയിട്ട് യാത്രയാക്കണം. അവരെന്തായാലും മരിക്കുന്ന ഉറപ്പാണ്. സോ ഹാപ്പി ആയിട്ട് യാത്രയാക്കുക. ആൻഡ് അഗെയിൻ ബ്രാക്കറ്റിൽ പറയാണ്, ഞാൻ പറയുന്നത് ഡീസൻറ്റ് ബോയ്സിനെ കുറിച്ചിട്ടാണ്.
And if one dies young and happy without having the ugly sides of life, the boredom of it, the pettiness, the bitterness of illusion, what more can be asked for him? Everyone should stop crying, everyone should laugh as I do, or at least thank God as I do, because my son, before dying, sent me a message saying that he was dying satisfied at having ended his life in best way he could have wished. അപ്പോൾ പറയാണ്, നിങ്ങളാരും ഇനി ദുഃഖിച്ചിരിക്കരുത്, സന്തോഷിക്കുക, ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ദൈവത്തോട് നന്ദി പറയുക. കാരണം നിങ്ങളുടെ മകൻ അറ്റ്ലീസ്റ്റ് എന്തെയാണ് ലെറ്റർ അയച്ചിട്ടാണ് മരിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ് രാജ്യത്തിന് വേണ്ടി മരിക്കുന്നതിന്, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്നതിന് ഹാപ്പിയാന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതിനായിരിക്കും നിങ്ങളുടെ മക്കൾക്കും ആഗ്രഹം എന്ന് പറയാൻ. ആൻഡ് ഈ ഫാറ്റ്മാൻ പറയാണ്, എൻ്റെ മകൻ അങ്ങനെയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഐ ഡു നോട്ട് ഈവൻ വെയർ മോർണിംഗ്, ഞാൻ മോർണിംഗിൻ്റെ ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് റിവീൽ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ 2 ടീത്ത് മിസ്സിങ് ആണ്. അപ്പോൾ ആ 2 ടീത്ത് മിസ്സിങ് ആയതുകൊണ്ട് ആ ഭാഗത്ത് ചുണ്ട് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട്, പക്ഷെ മോഷൻലെസ് ആണ്. ആൻഡ് ഹീ എൻഡഡ് വിത്ത് എ ശ്രീൽ ലഫ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്തെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിർത്തുകയാണ്, പക്ഷെ ഒരു സോബിങ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയണം, ആ ശരിയാണ്, അങ്ങനെ നോക്കി ശരിയാണ്, കൊയറ്റ്സോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ കപ്പിൾ എൻ്റർ ആയിട്ടുണ്ടല്ലോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതിലെ വൈഫിന് പറയുകയാണ് ചെയ്യുന്നത്, ആ ഒരു സ്ത്രീ ഇത്ര നേരം കോട്ട് ഇങ്ങനെ ബണ്ടിൽ ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു, എല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ലാസ്റ്റ് 3 മാസമായിട്ട് tried to find in the words of her husband and her friends something to console her in her deep sorrow, something that might show her how a mother should resign herself to send her son not even to death but to probable danger of life. Yet not a word had she found among us the many which had been said, and her grief had been greater in seeing that nobody, as she thought, could share her feelings. അപ്പോൾ ഇത്രയും കാലം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തോളമായിട്ട് മകനെ കുറിച്ചുള്ള ആദിയിൽ ജീവിക്കുകയായിരുന്നു. ഹസ്ബൻഡ് ഫ്രണ്ട്സ് ആരും തന്നെ ഒരു കൺസോൾ ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. സോ ഒരു മനസ്സ് തുറക്കാനൊരു അവസരമില്ല, ഫീലിംഗ് ഷെയർ ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഇന്ന് വിഷമിച്ചിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ഈ സ്ത്രീ കേൾക്കുന്നത്. അപ്പോൾ ഈ ട്രാവലർ പറയുന്ന ഈ വേർഡ്സ് എന്തെയ്യുന്നു, ഇവിടെ അമേസ് ചെയ്യും, സ്റ്റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. And she suddenly realized that it wasn't the other who were wrong and could not understand her, but herself who could not rise up to the same height of those father and mothers willing to resign themselves without crying, and not only to the departure of their sons but even to their death. അപ്പോൾ പറയുകയാണ്, ഇത്രയും കാലം മറ്റുള്ളവരിലാണ് പ്രശ്നം, അല്ലെങ്കിൽ മറ്റുള്ളവരാണ് എന്നെ ആശ്വസിപ്പിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഇരുന്നിരുന്ന ഈ ഒരു സ്ത്രീയാണ് പെട്ടെന്ന് അവൾ റിയലൈസ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഭാഗത്തൊന്നല്ല പ്രശ്നം, എൻ്റെ ഭാഗത്താണ് പ്രശ്നം. ഞാൻ എന്ത് ചെയ്തില്ല, ഒരു പ്രോപ്പറായിട്ടുള്ള ഫാദർ മദർ ആ ഒരു ഫിഗറിലോട്ട് ഞാൻ റൈസപ്പ് ചെയ്തില്ല. ഞാൻ വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു. മക്കളെ പോരാടാൻ വിടുക എന്നുള്ള ആ ഒരു പാട്രിയോട്ടിസം എന്ന് പറഞ്ഞ ഒരു സംഭവം ഇനിയിൽ ഇത്രയും ദിവസം വന്നിട്ടില്ലായിരുന്നു. ആൻഡ് ഷീ ലിഫ്റ്റഡ് ഹെർ ഹെഡ് and she bent over from her corner, trying to listen with the great attention to the details which the fat man was giving to his companions about the way his son had fallen as a hero. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഈ കമ്പാനിയൻ, ഈ ഒരു ഫാറ്റ് മാൻ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ് തൻ്റെ മകൻ എങ്ങനെയാണ് ഒരു ഹീറോ ആയത്, ഈ രാജ്യത്തിനും രാജാവിനും വേണ്ടി എങ്ങനെയാണ് ഒരു പോരാടിയത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്, വിത്തൗട്ട് റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് അങ്ങനെ ഇതെല്ലാം കേട്ട് അവൾ ഭയങ്കര പ്ലീസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തെ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേവ് ഫാദർ, മകൻ്റെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ അത്രയധികം മോട്ടിവേഷനോട് കൂടി പറയുന്ന ഒരു ഫാദറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്ലീസ് ചെയ്യുന്നുണ്ട്. ദെൻ സഡൻലി ഇവൾ എന്ത് ചെയ്യുന്ന ഒരു ഡ്രീമിൽ നിന്നുണരുന്ന പോലെ
അതായത് ഏതോ ഒരു ഭാഗം അവൾക്ക് മിസ്സായി എന്നുള്ള രീതിയിൽ എന്തോ ഒരു ഭാഗം ഞാൻ വിട്ടുപോയി എന്നുള്ള രീതിയിൽ അവളൊരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് ഈ ഒരു ഓൾഡ് മാൻ്റെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, ദെൻ ഈസ് യുവർ സൺ റിയലി ഡെഡ്? നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും എല്ലാവരും ഇവളെ തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി. ആ ഓൾഡ് മാൻ ഇവളെ തന്നെ നോക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഓൾഡ് മാൻ്റെ ആ ഒരു കണ്ണിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആൻസർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല. ഹീ ഫെയിൽഡ്. അയാൾ വീണ്ടും ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻകോൺഗ്രസ്, അതായത് ഭയങ്കരമായിട്ടുള്ളൊരു സില്ലി ക്വസ്റ്റ്യനാണ് അവൾ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സില്ലി മാത്രമല്ല, അത് സ്ട്രേഞ്ച് ക്വസ്റ്റ്യനാണ് അവൾ ചോദിച്ചിട്ടുള്ളത്. യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്വസ്റ്റ്യനായിരുന്നു. മുഖത്ത് നോക്കിയിട്ട് ശരിക്കും നിങ്ങളുടെ മകനപ്പം മരിച്ചോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേസ് എന്ത് ചെയ്തു, കോൺട്രാസ്റ്റ് ചെയ്തു തുടങ്ങി. ആൻഡ് ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ മകൻ വാസ് റിയലി ഡെഡ്, ഗോൺ ഫോർ എവർ എന്നുള്ള സത്യം അദ്ദേഹം തിരിച്ചറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേസൊക്കെ എന്ത് ചെയ്തു, കോൺട്രാക്റ്റഡ് ആൻഡ് ഹോറിബിളി ഡിസോർട്ടഡ്. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് വേഗം ഹാങ്കർചീഫ് തപ്പാണ്. അങ്ങനെ ഹാങ്കർചീഫ് എടുത്തിട്ട് അദ്ദേഹം എന്താണ്, സോബിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാലം തൻ്റെ മകൻ മരിച്ചു എന്നുള്ളൊരു സത്യം അംഗീകരിക്കാണ്ട് എൻ്റെ മകൻ ഒരു ഹീറോയാണ് എന്നുള്ളൊരിതിൽ ആ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നടന്നിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി. ഒരു സൈക്കോളജിക്കൽ മൂവാണ് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട്. അതായത് വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഈ ഒരു സ്ത്രീ മരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആ മരിച്ചു എന്നുള്ള സത്യം ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരികയും ഇദ്ദേഹത്തിന് ആ വിഷമം സഹിക്കാൻ പറ്റാണ്ടാവുകയും ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം അവിടെ എന്ത് ചെയ്യാണ്, ഒരു അൺകൺട്രോളബിൾ സോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോബിങ് നടത്തുകയാണ് ചെയ്യുന്നത്.